ഹലോ എവ്രി വൺ, നമുക്കിന്ന് ഫസ്റ്റ് ചാപ്റ്ററായ രാഖ് കി രസ്സി മനസ്സിലാക്കാം. രാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഷ്, ചാരം. രസ്സി, റോപ്പ്, കയർ. ചാരം കൊണ്ടുണ്ടാക്കിയ കയർ. ലോൻപോഗാർ तिब्बत के 32वें राजा सोनगवसेन गाम्पो के मंत्री थे. वे अपनी चालाकी और हाजिर जवाबी के लिए दूर दूर तक मशहूर थे. कोई उनके सामने टिकता न था. चैन से जिंदगी चल रही थी, मगर जब से उनका बेटा बड़ा हुआ था उनके लिए चिंता का विषय बना हुआ था. कारण यह था कि वह बहुत बोला था. होशियारी उसे छू कर भी नहीं गई थी. लोनपोगार ने सोचा, मेरा बेटा बहुत सीधा साधा है, मेरे बाद इसका काम कैसे चलेगा. लोनपोगार तिब्बत के 32वें राजा सोनगवसेन गाम्पो के मंत्री थे. ലോൻപോഗാർ ആരായിരുന്നു? തിബ്ബത്തിലെ 32 എന്ന് പറഞ്ഞാൽ 32, 32ാമത്തെ രാജാവായ സോൻഗവസേൻ ഗാംപോയുടെ മന്ത്രിയായിരുന്നു. വേ അപ്നി ചാലാക്കി ഓർ ഹാസിർ ജവാബി കെ ലിയെ ദൂർ ദൂർ തക് മഷഹൂർ തെ. ചാലാക്ക് എന്ന് പറഞ്ഞാൽ സാമർത്ഥ്യം, ഹാസിർ ജവാബി തുരന്ത് ജവാബ് ദേന, പെട്ടെന്ന് ഉത്തരം പറയുക. ഈ സാമർത്ഥ്യം കൊണ്ടും പെട്ടെന്ന് ഉത്തരം പറയുന്നതിലും അദ്ദേഹം വളരെയധികം പ്രസിദ്ധനായിരുന്നു. മഷഹൂർത്തെ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധനായിരുന്നു. കോയി ഉൻകെ സാമനെ ടിക്താനത, അതായത് ആർക്കും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു. ആരും അദ്ദേഹത്തെ എതിർത്ത് നിന്നിരുന്നില്ല. ചൈൻസെ ജിന്ദഗി ചൽ രഹി. ചൈൻസെ എന്ന് പറഞ്ഞാൽ സമാധാനത്തോടുകൂടി, പീസ്ഫുള്ളി, സമാധാനത്തോടുകൂടി ജീവിതം കടന്നു പോവുകയായിരുന്നു. മഗർ ജബ് സെ ഉൻകാ ബേട്ട ബഡാ ഹുവാ താ ഉൻകെ ലിയെ ചിന്താ കാ വിഷയ ബനാ ഹുവാ താ. പക്ഷേ ജബ് സെ ഉൻകാ ബേട്ട ബഡാ ഹുവാ, അദ്ദേഹത്തിൻ്റെ മകൻ വളർന്നു വലുതായപ്പോൾ, ഉൻകെ ലിയെ ചിന്താ കാ വിഷയ ബനാ ഹുവാ താ, അദ്ദേഹത്തിന് ടെൻഷനായിരുന്നു, അദ്ദേഹത്തിന് മകനെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. കാരണം യഹ് താ കി വോ ബഹുത് ബോലാ താ, എന്തായിരുന്നു കാരണം? വോ ബഹുത് ബോലാ താ, ബോല എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കൻ, അവൻ വളരെയധികം നിഷ്കളങ്കനായിരുന്നു. ഹോഷിയാരി ഉസെ ചൂക്കർ ബി നഹി ഗയി തി. ഹോഷിയാരി എന്ന് പറഞ്ഞാൽ വിവേകം, ഇൻ്റലിജൻസ്, വിവേകം അവൻ്റെ അടുത്തുകൂടെ പോയിട്ടില്ലായിരുന്നു. അതായത് അവന് തീരെ വിവേകം ഇല്ലായിരുന്നു, സാമർത്ഥ്യം ഇല്ലായിരുന്നു. ലോൻപോഗാറിനെ സോച്ച, അപ്പോൾ ലോൻപോഗാർ ചിന്തിച്ചു, മേരാ ബേട്ട ബഹുത് സീതാ സാദാ ഹെ, എൻ്റെ മകൻ വളരെയധികം സീതാ സാദാ. സീതാ സാദാ എന്ന് പറഞ്ഞാൽ ശാന്ത സ്വഭാവമുള്ളവൻ, അതായത് കാപട്യമില്ലാത്തവൻ. മേരെ ബാദ് ഇസ്കാ കാം കേസേ ചലേഗ, എൻ്റെ കാലശേഷം ഇവൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? ഒരു ജോലിയൊന്നും ചെയ്യാതെ എങ്ങനെ മുന്നോട്ട് പോകും? തീരെ സാമർത്ഥ്യവുമില്ല, ആരെങ്കിലും എന്തെങ്കിലും വഞ്ചന കാണിച്ചാലും അത് മനസ്സിലാകില്ല. അപ്പോൾ അവൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? ലോൻപോഗാർ ചിന്തിച്ചു. एक दिन लोनपोगार ने अपने बेटे को 100 भेड़ें देते हुए कहा, तुम इन्हें लेकर शहर जाओ, मगर इन्हें मारना या बेचना नहीं. इन्हें वापस लाना 100 जौ के बोरों के साथ, वरना मैं तुम्हें घर में नहीं घुसने दूंगा. इसके बाद उन्होंने बेटे को शहर की तरफ रवाना किया. एक दिन लोनपोगार ने अपने बेटे को 100 भेड़ें देते हुए कहा. एक दिन, ഒരു ദിവസം ലോൻപോഗാർ തൻ്റെ മകൻ്റെ കയ്യിൽ 100 എന്ന് പറഞ്ഞാൽ 100 ബേഡേം ഷീപ്സ്, ബേഡ് എന്ന് പറഞ്ഞാൽ ഷീപ്പ്, ബേഡേം ഷീപ്സ്, 100 ചെമ്മരിയാടുകളെ കൊടുത്തുകൊണ്ട് പറഞ്ഞു, തും ഇനെ ലേക്കർ ഷെഹർ ജാവോ, നീ ഇവയുമായിട്ട് പട്ടണത്തിലേക്ക് പോകൂ. ഷെഹർ എന്ന് പറഞ്ഞാൽ പട്ടണം. മഗർ ഇനെ മാർന യാ ബേച്ന നഹി, മഗർ പക്ഷേ ഇവയെ മാർന യാ ബേച്ന നഹി, കൊല്ലുകയോ വിൽക്കുകയോ ചെയ്യരുത്. മാർന എന്ന് പറഞ്ഞാൽ കൊല്ലുക, ബേച്ന വിൽക്കുക, കൊല്ലുകയോ വിൽക്കുകയോ ചെയ്യരുത്. ഇനി വാപ്പസ് ലാന 100 ജോ കെ ബോറോ കെ സാത്ത്. ജോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാർലി, ഗോതമ്പ് പോലെയുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അതിൻ്റെ ആട്ട ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ 100 ചാക്ക്, ബോറോ കെ സാത്ത്, ബോറോ എന്ന് പറഞ്ഞാൽ ചാക്കുകൾ, 100 ചാക്കുകൾ ഈ ബാർലിയുമായിട്ടാണ് നീ തിരിച്ചു വരേണ്ടത്. വാപ്പസ് ലാന ഹെ എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരണം. 100 ചാക്ക് ബാർലി തിരിച്ചു കൊണ്ടുവരണം. വർണ്ണ മേ തുമേ ഘർ മേ നഹി ഘുസ്നെ ദൂങ്ക, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വീട്ടിലേക്ക് കടക്കാൻ അനുവദിക്കില്ല. ഘുസ്നെ നഹി ദൂങ്ക എന്ന് പറഞ്ഞാൽ കടക്കാൻ അനുവദിക്കില്ല, കയറാൻ അനുവദിക്കില്ല. इसके बाद उन्होंने बेटे को शहर की तरफ रवाना किया. അതിനുശേഷം അദ്ദേഹം മകനെ പട്ടണത്തിലേക്ക് യാത്ര അയച്ചു. രവാന കിയ എന്ന് പറഞ്ഞാൽ യാത്ര അയച്ചു. लोनपोगार का बेटा शहर पहुंच गया, मगर इतने बोरे जौ खरीदने के लिए उसके पास रुपये ही कहाँ थे.
वो इस समस्या पर सोचने विचारने के लिए सड़क किनारे बैठ गया, मगर कोई हल उसकी समझ में ही नहीं आ रहा था। वो बहुत दुखी था। तभी एक लड़की उसके सामने आ खड़ी हुई। क्या बात है, तुम इतने दुखी क्यों हो? लोनपोगार के बेटे ने अपना हाल कर सुनाया। इसमें इतना दुखी होने की कोई बात नहीं, मैं इसका हल निकाल देती हूँ। इतना कहकर लड़की ने भेड़ों के बाल उतारे और उन्हें बाजार में बेच दिया। जो रुपये मिले उनसे जौ के 100 बोरे खरीद कर उसे घर वापस भेज दिया। ലോൻപോഗാർക്ക ബേട്ട ഷെഹർ പहुंच गया. ലോൻപോഗാറിൻ്റെ മകൻ പട്ടണത്തിൽ എത്തിച്ചേർന്നു. ഷെഹർ എന്ന് പറഞ്ഞാൽ പട്ടണം. पहुंच गया എത്തിച്ചേർന്നു. मगर പക്ഷേ इतने बोरे जो खरीदने के लिए उसके पास रुपये ही कहाँ थे. പക്ഷേ ഇത്രയ്ക്കും ചാക്കുകൾ ബാർലി വാങ്ങിക്കാനായിട്ട് അവൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു, കാശ് ഇല്ലായിരുന്നു, ഇത്രയും കാശ് ഇല്ലായിരുന്നു. वह इस समस्या पर सोचने विचारने के लिए सड़क കിനാരെ बैठ गया. അവൻ എന്ത് ചെയ്തു? ഈ സമസ്യ പർ, ഈ പ്രശ്നത്തെക്കുറിച്ച് സോച്ചനെ വിചാരണെ കെ ലിയെ, എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കാനായിട്ട്, ചിന്തിച്ച് തീരുമാനമെടുക്കാനായിട്ട് സടക് കിനാരെ बैठ गया, റോഡരികിൽ ഇരുന്നു. बैठ गया എന്ന് പറഞ്ഞാൽ ഇരുന്നു. മഗർ കോയി ഹൽ ഉസ്കി സമജ് മേ ഹി നഹി ആ രഹാ ഥ. പക്ഷേ ഒരു പരിഹാരവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്നില്ലായിരുന്നു. അദ്ദേഹത്തിന് ഒരു പരിഹാരവും കാണാൻ കഴിയുന്നില്ലായിരുന്നു. വോ ബഹുത് ദുഃഖി ഥ. അദ്ദേഹം വളരെയധികം ദുഃഖിതനായിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് അദ്ദേഹം വിഷമിച്ചിരിക്കുകയായിരുന്നു. തബി ഏക് ലഡ്കി ഉസ്കെ സാമനെ ആ ഖടി ഹുയി. അപ്പോൾ തന്നെ ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നു നിന്നു. ക്യാ ബാത് ഹേ, തും ഇത്നെ ദുഃഖി ക്യോ ഹോ? എന്താണ് കാര്യം? നിങ്ങൾ ഇത്രയധികം വിഷമിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ലോൻപോഗാർ കെ ബേട്ടേനെ അപ്ന ഹാൽ കർ സുനായ. അപ്പോൾ ലോൻപോഗാറിൻ്റെ മകന് തൻ്റെ അവസ്ഥ അവളോട് പറഞ്ഞു കൊടുത്തു. ഇസ്മേ ഇത്ന ദുഃഖി ഹോനയ്ക്ക് കോയി ബാത് നഹി. അപ്പോൾ പെൺകുട്ടി എന്താണ് പറഞ്ഞത്? ഇതിൽ ഇത്രയധികം വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. മേ ഇസ്ക ഹൽ നിക്കാൽ ദേത്തി ഹും. ഞാൻ ഇതിന് പരിഹാരം ഉണ്ടാക്കിത്തരാം, ഞാൻ ഇതിനൊരു പരിഹാരം കാണിച്ചു തരാം. इतना कहकर लड़की ने भेड़ों के बाल उतारे और उन्हें बाजार में बेच दिया. ഇത്രയും പറഞ്ഞുകൊണ്ട് പെൺകുട്ടി എന്ത് ചെയ്തു? ഈ ഷീപ്സിൻ്റെ രോമമൊക്കെ എടുത്തിട്ട് ബാസാർ പട്ടണത്തിൽ വിറ്റു. जो रुपये मिले उनसे जो के 100 बोरे खरीद कर उसे घर वापस भेज दिया. അത് വിറ്റിട്ട് കിട്ടിയ കാശ് കൊണ്ട് 100 ചാക്ക് ബാർലി വാങ്ങിച്ചിട്ട് അദ്ദേഹത്തെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. लोनपोगार के बेटे को लगा कि उसके पिता बहुत खुश होंगे, मगर उसकी आप बीती पर उन्होंने ध्यान नहीं दिया. वे उठकर कमरे से बाहर चले गए. दूसरे दिन उन्होंने अपने बेटे को बुलाकर कहा, पिछली बार भेड़ों के बाल उतार कर बेचना मुझे ज़रा भी पसंद नहीं आया. अब तुम दोबारा उन्हीं भेड़ों को लेकर जाओ. उनके साथ जौ के 100 बोरे लेकर ही लौटना. ലോൻപോഗാർ കെ ബേटे को लगा कि उसके पिता बहुत खुश होंगे. ലോൻപോഗാറിൻ്റെ മകൻ എന്താണ് വിചാരിച്ചത്? ഉസ്കെ പിത ബഹുത് ഖുഷ് ഹോംഗെ. തൻ്റെ അച്ഛൻ വളരെയധികം സന്തോഷവാനായിരിക്കും ഇങ്ങനെ ചെയ്തതിൽ. ഈ 100 ചാക്ക് ബാർലിയുമായിട്ട് തിരിച്ചു വന്നു. അതിൽ അദ്ദേഹം വളരെയധികം സന്തോഷവാനായിരിക്കുമെന്ന് അവൻ കരുതി. മഗർ ഉസ്കി ആപീതി പർ ഉന്ഹോനെ ധ്യാൻ നഹി ദിയ. പക്ഷേ അവൻ ഈ സംഭവിച്ചതെല്ലാം പറഞ്ഞിട്ടും അദ്ദേഹം അത് ശ്രദ്ധിച്ചതുപോലുമില്ല. ആ ഭീതി എന്ന് പറഞ്ഞാൽ ഈ അനുഭവങ്ങളിൽ ഈ സംഭവിച്ചതൊന്നും പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ ശ്രദ്ധിച്ചതുപോലുമില്ല. വേ ഉട്കർ കമരേസെ ബാഹർ ചലെ ഗയെ. അദ്ദേഹം എന്താണ് ചെയ്തത്? ലോൻപോഗാർ ഉട്കർ കമരേസെ ബാഹർ ചലെ ഗയെ. അദ്ദേഹം എഴുന്നേറ്റിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. दूसरे दिन उन्होंने अपने बेटे को बुलाकर कहा. അടുത്ത ദിവസം അദ്ദേഹം തൻ്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, पिछली बार भेड़ों के बाल उतार कर बेचना मुझे ज़रा भी पसंद नहीं आया. കഴിഞ്ഞ പ്രാവശ്യം നീ ഈ ഷീപ്സിൻ്റെ ഹെയർസൊക്കെ, ഈ രോമമെല്ലാം എടുത്ത് വിറ്റത് എനിക്ക് തികച്ചും ഇഷ്ടമായില്ല. എനിക്ക് അത് തീരെ ഇഷ്ടമായിട്ടില്ല. अब तुम दोबारा उन्हीं भेड़ों को लेकर जाओ. ഇനി നീ എന്താണ് ചെയ്യേണ്ടത്? ഒന്നുകൂടി ഈ ചെമ്മരിയാടുകളെയുമായിട്ട് പട്ടണത്തിലേക്ക് പോകണം. ഉൻകെ സാത്ത് ജോ കെ 100 ബോരെ ലേക്കർ ഹി ലൗട്ടന. എന്നിട്ട് അതിൻ്റെ കൂടെ 100 ചാക്ക് ബാർലിയുമായിട്ട് തിരിച്ചു വരണം. ലൗട്ടന എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക. അതിൻ്റെ കൂടെ 100 ചാക്ക് ബാർലിയുമായിട്ട് നീ തിരിച്ചു വരണം.
एक बार फिर निराश लोनपोगार का बेटा शहर में उसी जगह जा बैठा। न जाने क्यों उसे यकीन था कि वह लड़की उसकी मदद के लिए ज़रूर आएगी, और हुआ कि कुछ ऐसा ही। वो लड़की आई, उसे उसने अपनी मुश्किल कह सुनाई। अब तो बिना जोके 100 बोरों के मेरे पिता मुझे घर में नहीं घुसने देंगे। लड़की सोचकर बोली, एक तरीका है। उसने भेड़ों की सींग काट लिए। उन्हें बेचकर जो रुपये मिले उनसे 100 बोरे जो खरीदे। बोरे लोनपोगार के बेटे को सौंपकर लड़की ने उसे घर भेज दिया। एक बार फिर निराश लोनपोगार का बेटा शहर में उसी जगह जा बैठा. അപ്പോൾ ഒന്നുകൂടി എന്ത് ചെയ്തു? ഈ ലോൻപോകാരൻ്റെ മകന് നിരാശനായിട്ട് പട്ടണത്തിൽ അതേ സ്ഥലത്ത് പോയിട്ട് ഇരുന്നു. ജഗ ജാ ബേട്ടാ, അതേ സ്ഥലത്ത് തന്നെ പോയിട്ട് ഇരുന്നു. न जाने क्यों उसे यकीन था कि वो लड़की उसकी मदद के लिए ज़रूर आएगी. പക്ഷെ അവനൊരു വിശ്വാസമുണ്ടായിരുന്നു. യക്കീൻ എന്ന് പറഞ്ഞാൽ വിശ്വാസമുണ്ടായിരുന്നു. ആ പെൺകുട്ടി അവൻ്റെ മദത് കേലിയ സഹായത്തിനായിട്ട് ജറൂർ ആയേഗി, തീർച്ചയായിട്ടും വരും എന്ന് അവന് വിശ്വാസമുണ്ടായിരുന്നു. ലോൻപോകാരൻ്റെ മകൻ എന്താണ് ചെയ്തത്? വീണ്ടും നിരാശനായിട്ട് പട്ടണത്തിൽ അതേ സ്ഥലത്തിൽ, റോഡ് അരികിൽ അതേ സ്ഥലത്ത് പോയിട്ട് ഇരുന്നു. പക്ഷെ അവന് വിശ്വാസമുണ്ടായിരുന്നു ആ പെൺകുട്ടി വീണ്ടും വരും, അവനെ സഹായിക്കാനായിട്ട് തീർച്ചയായിട്ടും വരും. और हुआ भी कुछ ऐसा ही, അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. वो लड़की आई, ആ പെൺകുട്ടി വന്നു. उससे उसने अपनी मुश्किल कह सुनाई, അവളോട് അവൻ തൻ്റെ ഈ ബുദ്ധിമുട്ട്, ഈ പ്രശ്നം പറഞ്ഞു. अब तो बिना जो के 100 बोरों के मेरे पिता मुझे घर में नहीं घुसने देंगे. ഇപ്രാവശ്യം എൻ്റെ അച്ഛൻ എന്നെ ഈ 100 ചാക്ക് ബാർലിയും ആയിട്ടല്ലാതെ വീട്ടിലേക്ക് കയറാൻ അനുവദിക്കില്ല. ലഡ്കി സോച്ച്കർ ബോലി, പെൺകുട്ടി ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു. ഏക് തരീക്ക ഹെ, ഒരു ഉപായമുണ്ട്. ഉസ്നെ ബേഡോക്കെ സീങ്ക് കാട്ടിലേ, അവൾ എന്ത് ചെയ്തു? ഈ ഷീപ്സിൻ്റെ കൊമ്പുകൾ അറുത്തെടുത്തു. സീങ്ക് എന്ന് പറഞ്ഞാൽ കൊമ്പ്, അറുത്തെടുത്തു. ഉനെ ബേച്ച്കർ ജോ റുപ്പിയ മിലെ ഉൻസെ 100 ബോരെ ജോ ഖരീദെ, അത് വിറ്റിട്ട്, ബേച്ച്കർ എന്ന് പറഞ്ഞാൽ വിറ്റിട്ട് കിട്ടിയ കാശ് കൊണ്ട് 100 ചാക്ക് ബാർലി വാങ്ങിച്ചു. ബോറെ ലോൻപോകാർ കെ ബേട്ടേക്കോ സോംപ്കർ എന്ന് പറഞ്ഞാൽ കൈമാറിയിട്ട്, ഈ ചാക്കുകൾ ലോൻപോകാരൻ്റെ മകന് കൈമാറിയിട്ട് ലഡ്ക്കിനെ ഉസേ ഘർ ഭേജ് ദിയ, എന്നിട്ട് പെൺകുട്ടി അവനെ വീട്ടിലേക്ക് അയച്ചു. बेड़े और जौ के बोरे पिता के हवाले करते हुए लोनपोगार का बेटा खुश था. उसने विजयी भाव से सारी कहानी कह सुनाई. सुनकर लोनपोगार बोले, उस लड़की से कहो कि हमें 9 हाथ लंबी राख की रस्सी बना कर दे. उनके बेटे ने लड़की के पास जाकर पिता का संदेश दोहरा दिया. लड़की ने एक शर्त रखी, मैं रस्सी बना तो दूंगी, मगर तुम्हारे पिता को वो गले में पहननी होगी. लोनपोगार ने सोचा, ऐसी रस्सी बनाना ही असंभव है, इसलिए लड़की की शर्त मंजूर कर ली. बेड़े और जौ के बोरे पिता के हवाले करते हुए लोनपोगार का बेटा खुश था. ഈ ചെമ്മരിയാടുകളെയും 100 ചാക്ക് ബാർലിയും അച്ഛൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചപ്പോൾ ലോൻപോകാരൻ്റെ മകനും സന്തോഷമായി. അവന് തൻ്റെ പിതാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഉസ്നെ വിജയി ഭാവസെ സാരി കഹാനി സുനായി, അവൻ എന്ത് ചെയ്തു? വിജയിച്ച ഭാവത്താൽ എല്ലാ കഥകളും തൻ്റെ അച്ഛനോട് പറഞ്ഞു കൊടുത്തു. സുൻകർ ലോൻപോകാർ ബോലെ, അത് കേട്ടപ്പോൾ ലോൻപോകാർ പറഞ്ഞു, ഉസ് ലഡ്കി സെ കഹോ കി ഹമേ 9 ഹാത്ത് ലംബി രാഖി രസ്സി ബനാക്കർ ദേ, നീ ആ പെൺകുട്ടിയോട് പറയണം, എനിക്ക് 9 ഹാത്ത് ലംബി 9 കൈ നീളമുള്ള രാഖ് കി രസ്സി, ചാരത്തിൻ്റെ കയറ് ഉണ്ടാക്കി തരണം എന്ന് നീ ആ പെൺകുട്ടിയോട് പറയണം. ഉൻകെ ബേട്ടേനെ ലഡ്കിക്ക് പാസ് ജാക്കർ, ലോൻപോകാരൻ്റെ മകൻ എന്ത് ചെയ്തു? ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോയിട്ട് പിതാക്ക് സന്ദേശ് ദോഹരാദിയ, അച്ഛൻ പറഞ്ഞ ഈ സന്ദേശം ദോഹരാദിയ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പറഞ്ഞു. ലഡ്കീനെ ഏക് ഷർത്ത് രക്കി, പെൺകുട്ടി ഒരു കണ്ടീഷൻ വെച്ചു. മേ രസ്സി ബനാത്തു ദൂങ്കി, ഞാൻ കയർ ഉണ്ടാക്കിത്തരാം, ഈ ചാരം കൊണ്ടുള്ള റോപ്പ് ഉണ്ടാക്കിത്തരാം. മഗർ തുമാരെ പിതാക്കോ വ ഗലേമേ പെഹന്നി ഹോഗി, പക്ഷേ അത് നിങ്ങളുടെ അച്ഛൻ, പിതാവ് അത് കഴുത്തിൽ അണിയണം. ലോൻപോകാരനെ സോച്ച, ഏസി രസ്സി ബനാനാ ഹി അസംഭവ് ഹെ, അപ്പോൾ ലോൻപോകാർ ചിന്തിച്ചു, ഇങ്ങനെയുള്ള കയർ ഉണ്ടാക്കുന്നത് തന്നെ സംഭവിക്കുന്ന കാര്യമല്ല, എന്നിട്ടല്ലേ കഴുത്തിൽ അണിയേണ്ടത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. കാരണം ചാരം കൊണ്ടുള്ള കയറുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇസ്ലിയെ ലഡ്കിക്ക് ഷർത്ത് മൻസൂർ കർലി, അതുകൊണ്ട് പെൺകുട്ടിയുടെ ഈ കണ്ടീഷൻ അദ്ദേഹം അംഗീകരിച്ചു.
മൻസൂർ കർലി എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു, അത് സ്വീകരിച്ചു. അഗലേ ദിൻ ലഡ്കീനെ 9 ഹാത്ത് ലംബി രസ്സി ലി. അടുത്ത ദിവസം പെൺകുട്ടി എന്ത് ചെയ്തു? 9 കൈ നീളമുള്ള കയറ് വാങ്ങിച്ചു. ഉസേ പത്തർ കെ സിൽ പർ രക്ക. കയറെടുത്തിട്ട് അത് കല്ലിൻ്റെ മുകളിൽ വെച്ചു. പത്തർ കെ സിൽ എന്ന് പറഞ്ഞാൽ അമ്മിക്കല്ല് പോലെ പരന്ന കല്ല്, അതിന് മുകളിൽ വെച്ചു. പരന്നിട്ടുള്ള കല്ലിന് മുകളിൽ വെച്ചു. ഓർ ജലാദിയ, എന്നിട്ട് കത്തിച്ചു. രസ്സി ജൽ ഗയി, കയറ് കത്തിക്കഴിഞ്ഞു. മഗർ രസ്സിക്ക് ആകാർക്കി രാഖ് ബച്ച് ഗയി, പക്ഷേ ഈ കയറിൻ്റെ ആകൃതിയിലുള്ള ചാരം ബാക്കിയായി. ഇസെ വ സിൽ സമേത് ലോൻപോഗാർ കെ പാസ് ലേ ഗയി ഓർ ഉസെ പഹനനെ കെ ലിയെ കഹ. അപ്പോൾ അവൾ എന്ത് ചെയ്തു? ഈ കല്ലോടുകൂടി, കല്ലിൻ്റെ മുകളിൽ കയറിൻ്റെ ആകൃതിയിലുള്ള ചാരമുണ്ട്, അതോടുകൂടി ലോൻപോഗാറിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തോട് അത് ധരിക്കാനായിട്ട് പറഞ്ഞു. ലോൻപോഗാർ രസ്സി ദേക്കർ ചകിത് രഹ ഗയ. ലോൻപോഗാർ ഈ കയറ് കണ്ടപ്പോൾ, ഈ ചാരം കൊണ്ടുള്ള കയറ് കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു പോയി. വേ ജാനത്തെ थे कि राखी रस्सी को गले में पहनना तो दूर उठाना भी मुश्किल है. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ ചാരം കൊണ്ടുള്ള കയറ് ഗലേമെ പെഹന്ന തോ ദൂർ, കഴുത്തിൽ അണിയുന്നത് പോയിട്ട് ഉഠാനാ ബി മുഷ്കിൽ ഹെ, എടുക്കുന്നത് പോലും ബുദ്ധിമുട്ടാണ്, എടുക്കാൻ പോലും കഴിയില്ല. ഹാത്ത് ലഗാത്തെ ഹി വ ടൂട്ട് ജായേഗി, കൈ വെക്കുമ്പോഴേക്കും തന്നെ അത് പൊടിഞ്ഞു പോകും. ലഡ്കി കി സമജ്ദാരി കെ സാമനെ ഉൻകി അപ്നി ചാലാക്കി ധരി രഹ ഗയി. ഈ പെൺകുട്ടിയുടെ ബുദ്ധിക്ക് മുന്നിൽ തൻ്റെ ഈ ചാലാക്കി, തൻ്റെ ഈ സാമർഥ്യം, ഈ ക്ലവർനെസ് ഒന്നുമല്ലാതായി മാറി. അതായത് അദ്ദേഹം തോറ്റുപോയി. ബിനാ വക്ത് ഗവായ ലോൻപോഗാറിനെ അപ്നെ ബേटे की शादी का प्रस्ताव लड़की के सामने रख दिया. ഒട്ടും സമയം കളയാതെ ലോൻപോഗാർ തൻ്റെ മകനുമായുള്ള വിവാഹം പെൺകുട്ടിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. ധൂംധാം സെ ഉൻ ദോനോ കി ഷാദി ഹോ ഗയി. ആഡംബരത്തോടുകൂടി അവർ രണ്ടുപേരുടെയും വിവാഹം നടന്നു. ധൂംധാം സെ എന്ന് പറഞ്ഞാൽ ഗംഭീരമായി, ആഡംബരത്തോടുകൂടി. അപ്പോൾ കുട്ടികളെ, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്.